പറഞ്ഞാൽ പോയി അഡ്ജസ്റ്റ് എല്ലാം ചെയ്യാറുണ്ട്. റീഡിങ് അല്ല പിന്നെ എല്ലാം പോയി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അനാലിസിസ് എന്തെന്ന് പറയാൻ തേഞ്ഞ എന്നെ ഒട്ടിക്കും. ഇനി നോക്കിയിട്ട് കാര്യമില്ല. ഓർഡർ ഇട്ടോ കൂടിപ്പോയി. ഞാൻ പറ്റില്ല കേട്ടോ. ഇനി ഇങ്ങനെ തന്നെ കുടിക്കണം. ഏകദേശം ഇവിടെയുള്ള എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. കമ്പ്യൂട്ടർ ബേസ് റീഡിങ് എഴുതണതെല്ലാം സെറ്റാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇതുവരെ എല്ലാം. ഓക്കെ, ഇനി ജസ്റ്റ് വാച്ച്. ഇപ്പോൾ കോൾ വിളിച്ച് എല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യിപ്പിച്ച് വെച്ചേ ഉള്ളൂ എല്ലാം. ഇനി പോയി മൊബൈലൊക്കെ ഒന്ന് ചാർജ് ചെയ്തിട്ട് തിരിച്ചു വരണം. അതേ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് പാർസൽ എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത സ്റ്റോപ്പ് ലോസ് ഇവിടെ വെച്ചിട്ടുണ്ട്. അടുത്ത ടാർഗറ്റ് ഇവിടെ. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെയാണ്, എടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെയാണ്, സെറ്റാണ്. ഇവിടെ നിന്നൊക്കെ ഒരു പാർസൽ എക്സിറ്റ് ചെയ്തിട്ട് ഹോൾഡ് ചെയ്യുക. അത് തന്നെ, പിന്നെ ടെൻഷൻ ഇല്ല, ഡണ്ണാണ്. ജസ്റ്റ് വെയിറ്റിംഗ് ഗായ്സ്, ജസ്റ്റ് വെയിറ്റിംഗ്. ഏകദേശം ഇതുവരെ പോകാൻ ചാൻസ് ഉണ്ട്. ഇതുവരെ അയ്യേ ഇതുവരെ പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി മേളിലോട്ട് കയറിയിട്ടേ പോവുള്ളൂ, അതും ഒരു പിടിയില്ല. പക്ഷെ ഇതുവരെ പോകണം. പാർസൽ എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കുഴപ്പമില്ല, ലോസ് ആയിട്ടുണ്ട്. കുഴപ്പമില്ല, എന്തായാലും ഇതുവരെ പോകണം. അതിന് ഇതുവരെയാണ് SL വെക്കേണ്ടത്. അത് പിന്നെ വലുതായി പോകും. അങ്ങനെ കുഴപ്പമില്ല, ഓക്കെയാണ്. അടുത്ത പ്ലാനെന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് എല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, എല്ലാം നിറഞ്ഞ് കിടക്കുകയാണ്. ഒരിടത്ത് ഔട്ട് പോകാൻ കൂടുതൽ തുടങ്ങി. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിടണം, മനസ്സിലായോ? ഇതെല്ലാം പോയി ചെയ്യട്ടെ. അങ്ങനെയൊക്കെ ശകലം വെറൈറ്റി ഉള്ളത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇപ്പോഴാണ് എല്ലാം ചെയ്യേണ്ടി വരുന്നത്. അല്ലെങ്കിൽ ചെയ്യേണ്ടി വരൂലായിരുന്നു. ഇന്നാണൊരു വെറൈറ്റി, ഇത്ര നാക്കിയ ശേഷം. അപ്പം അതിന് പോയി ചെയ്യട്ടെ. അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഇത് വീഡിയോ എടുക്കാൻ പാടാ, അതുകൊണ്ടാണ് എടുക്കാത്തത്. പിന്നെ അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഗൈസ്. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നേരത്തെ എൻ്റെ ഹോബി പോയി ചെടിയൊക്കെ നോക്കും. അത് തന്നെ ഒരിടത്തും കൂടി ഉണ്ട് അഡ്ജസ്റ്റ്. അത് ചെടിയൊക്കെ നോക്കിയതിന് ശേഷിച്ചേ ഇത് തന്നെ സൈസ് കേട്ടോ. ഇപ്പോൾ ഇനി അടുത്തുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്നത്തെ അഡ്ജസ്റ്റ് ചെയ്യണം. അതിൻ്റെ മൈക്കും എല്ലാം കൂടി ഒന്ന് ഊരി വെച്ച് ഇതും വെച്ചിട്ട് പോകണം. പിന്നെ ഫുഡ് ഉണ്ടാക്കി കഴിക്കണം. ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ഓക്കെ പോട്ടെ. റൈസ് റെഡിയാക്കി, കറിക്ക് വേണ്ടി അതും റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. റെഡിയാക്കി കേട്ടോ. ഇതും കഴിച്ചിട്ട് കടയിൽ പോയി സാധനം വാങ്ങിക്കണം. സാലറി വന്ന് 5-6 ദിവസമായി. പാതിയേ വന്നുള്ളൂ. അവർ വന്നിട്ടുമില്ല. ഒമാനികളുണ്ടല്ലോ, അവർ വന്നിട്ടില്ല. ലീവ് എന്ന് തോന്നുന്നു. ഇനി ഇന്നും നാളെയും കൂടി നോക്കും. നാളെ രാവിലെ ഇതേ സമയം വരെ നോക്കും. വന്നില്ലെങ്കിൽ ഒരു 4-5 മണിയാകുമ്പോൾ പോവാം. കാരണം സാധനം എല്ലാം തീരും. റൈസ് മാത്രമുണ്ട്. ഒരു 5-6 ദിവസത്തോ അല്ലെങ്കിൽ ഒരു 10 ദിവസത്തോ 20 ദിവസത്തേക്കുള്ള സാധനം വാങ്ങിച്ചിട്ട് വരണം. അതാണ് പ്ലാന്. നോക്കാം എങ്ങനെയാണെന്ന്. ഞാൻ ഫുഡ് കഴിക്കട്ടെ. കടയിലൊന്നും കേട്ടോ പർച്ചേസിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കുറച്ചും കൂടിയേ ഉള്ളൂ സാധനങ്ങൾ. അതിന് തീരുന്നതിന് ശേഷം പയ്യെ വാങ്ങിക്കാം. അയ്യോ തളർന്നു. ഉറങ്ങാൻ വേണ്ടി സമയമായി. ഇനി 15 മിനിറ്റ് 20 മിനിറ്റും കൂടി ഉള്ളൂ. അപ്പം ഞാൻ പോയി ഇതെല്ലാവരും എടുത്ത് വെച്ച് കിടക്കട്ടെ. ഫുഡ് റെഡിയാക്കി കേട്ടോ. പറഞ്ഞാൽ പുതിയതായിട്ട് ട്രൈ ചെയ്തതാ. നോക്കാം എങ്ങനെയാണ്. ഇപ്പോൾ ഉള്ള പ്ലാനെന്ന് പറഞ്ഞാൽ നേരത്തെ ചെന്ന് അവിടെ ഇരിക്കാം. 2 മണിക്കൂർ മുമ്പേ നേരത്തെ ചെന്ന് അവിടെ ഇരുന്ന് പറഞ്ഞാൽ അനാലിസിസും ഗെയിം കളിക്കാൻ, അങ്ങനത്തെ ഒരു പ്ലാൻ. നേരത്തെ ഇറങ്ങി. ഇവിടെ നെറ്റ് സ്ലോ ആണ്, പിന്നെ കളിക്കാനൊരു സുഖമില്ല. അതുകൊണ്ടെല്ലാം എൻ്റെ പരിപാടി ഏകദേശം എല്ലാം തീർത്തിട്ട് ഞാൻ അവിടെ ചെന്ന് ഇരിക്കാൻ വിചാരിച്ചു. മനസ്സിലായോ? അതാണ് കൊച്ചിനടുത്ത് ഗെയിമും കളിച്ച് അനാലിസിസും ചെയ്ത് അവിടെ ഇരിക്കും. വേറെ ഒന്നും ചെയ്യില്ലല്ലേ. ഏകദേശം എൻ്റെ ജോലിയെല്ലാം തീർത്ത് വെച്ചിട്ടുണ്ട്. വിശക്കും. അതൊക്കെ കഴിഞ്ഞിട്ട് റീഡിങ് ഒക്കെ എഴുതി ഫ്രീ കഴിക്കുക. അതാണ്. അപ്പോൾ ഞാൻ പോട്ടി. മാർക്കറ്റ് സൈഡ് വശമാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ അവർ ലൈനിൻ്റെ ഫോട്ടോ ചേർന്നു. അപ്പം ഞാൻ പോയി ആ ലൈനിൻ്റെ ഫോട്ടോ ഒന്ന് ചെക്ക് ചെയ്തിട്ട് തന്നെയാണ്. അത് കുഴപ്പമില്ല കേട്ടോ. ഓക്കെയാണ് കേട്ടോ.
ക്ലോറിനേഷൻ ഓക്കെയാണ് കേട്ടോ, കുഴപ്പമില്ല. പിന്നെ തളം എൻ്റെ മണ്ടയിൽ വലിഞ്ഞ് കയറിയപ്പോൾ തന്നെ എൻ്റെ അടപ്പള ഇൻലെറ്റിൻ്റെ ഞാൻ അടുത്ത് 2-3 ചേമ്പറുകളും കൂടി ഇറങ്ങി അതിനകത്തുള്ള വാൽവിൻ്റെ സൈസിൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചത്. സെറ്റാക്കാം, എല്ലാം സെറ്റാണ്. പിന്നെ അടുത്ത് ഇന്നത്തെ ദിവസം ആകുമ്പോൾ 2 ട്രേഡ് എടുത്ത്, ഇതുവരെ 2 ട്രേഡ് എടുത്ത് ഒരെണ്ണം നോക്കിക്കൊണ്ടിരുന്നായിരുന്നു കേട്ടോ. കളിയിൽ ഇതിൽ ശ്രദ്ധിച്ചില്ലേ, അങ്ങനെ പോയി. കുഴപ്പമില്ല, നമ്മൾ ട്രേഡിങ് യഥാർത്ഥമായിട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ കളിക്കില്ലല്ലോ. ഞാൻ റീടെസ്റ്റ് ആയിട്ട് അടിക്കണമെന്ന് വിചാരിച്ചാണ്, പിന്നെ നോക്കിയപ്പോൾ എല്ലാ സൈഡ് വേസ്റ്റ് മാർക്കറ്റ് തീം. ഇനിയും ചാൻസ് ഉണ്ടല്ലോ, മാർക്കറ്റ് എന്ത് എവിടെ തീന്ന് പോകാൻ പോകും. ഇനി അടുത്ത് പോയി എല്ലാം ഇൻലെറ്റ് ഒന്ന് ചെക്ക് ചെയ്യണം. ഇന്നെല്ലാം റീസെറ്റ് ആയില്ലായിരുന്നു, ഇന്ന് നോക്കിയിട്ട് എൻ്റെ ഫോട്ടോ കൂടെ എടുത്ത് ഒരാൾക്കും കൂടി അയച്ചു കൊടുക്കുന്നല്ലേ റീസെറ്റ് ആയോ ഇല്ലയോ എന്ന്. അപ്പോൾ അതിൻ്റെ ഫോട്ടോ എടുക്കണം. പിന്നെ ഔട്ട്ലെറ്റ് ഇൻലെറ്റ് 2 മീറ്റർ, അത് തന്നെ വേറെ പരിപാടി എന്തിനാ, അത് തന്നെ. പിന്നെ ഇന്ന് കടയിലും കൂടി പോയി, അപ്പോൾ ഞാൻ ഫോട്ടോ ഈ മീറ്ററിൻ്റെ ഫോട്ടോ എടുത്താൽ കേട്ടോ. ബാക്കിയെല്ലാം സെറ്റാണ്, റീഡിങ് എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ, ഓക്കെയാണ്. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു വാൾവിൻ്റെ ഫോട്ടോ കൂടി ചെക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ അതും കൂടി ഒന്നും കൂടി ചെക്ക് ചെയ്ത് കൊടുക്കും. ഫോട്ടോ എടുക്കാൻ എൻ്റെ മണ്ടേ കയ്യൊക്കെ വേദനിക്കുന്നു. അനങ്ങാതിരുന്നിട്ടാ ജോലി ചെയ്യുമ്പോ ഒരു പിടുത്തം, ഫുള്ള് ശ്രദ്ധയിൽ വലിഞ്ഞ് തൂങ്ങണല്ലേ. കുറെ നാളെ ഇങ്ങനെ അനങ്ങിയിട്ടേക്കാം. നാളെ ഫുൾ അനക്കം, നാളെ ഫുള്ള് എൻ്റെ സിസ്റ്റം പീസ് ഈ ഫോട്ടോ അയച്ചു കൊടുക്കട്ടു. അടുത്തെന്ന് പറഞ്ഞാൽ ഏകദേശം എല്ലാം പരിപാടി തീരും. നീ എല്ലാം നാളെ രാവിലത്തേക്ക് അഡ്ജസ്റ്റ്മെന്റ്, എഡിറ്റിങ്, അങ്ങനത്തെ ചെറിയ പരിപാടികൾ. അവൻ കേട്ടോ എനിക്ക് സംസാരിക്കാൻ വയ്യ, അങ്ങനെ പെട്ടെന്ന് തീർന്നിർത്തം. വീഡിയോയും ചെറുതായിരിക്കും കേട്ടോ, ഒന്നും ചെയ്തേ ഇല്ലേ, അവിടെ ചുമ്മാ അടക്കയില്ലേ. കൈ ഫുള്ള് അഴുക്കായി, മണ്ടയിലെ വലിഞ്ഞ് കയറി ഞാൻ ഫുള്ള് പൊടിയായിട്ടിരിക്കും. പറഞ്ഞില്ല ഒന്നും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.